കുറച്ചു പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അടുത്ത ബീഫ് ബിരിയാണി പറയുന്നുണ്ടാവുക, അത് പറയുന്ന രീതിയിൽ വ്യത്യാസപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല, അത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഷൈനി സിനിമയിൽ പറഞ്ഞു എന്റെ പേരാണല്ലോ സാറെ എന്ന് റോമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നമുക്ക് മനസ്സിലാഴത്തിൽ തന്നെയാണ്. ആ അത്തരം ഒരു സിനിമ സംസാരിക്കുമ്പോൾ ഷൈനൊരു പേടി ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത് എന്താകും? ഇല്ല, പേടി ഉണ്ടായിരുന്നില്ല. ആ ചോദിച്ച ചോദ്യം തന്നെയാണ് റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്, എന്റെ പേരാണോ പ്രശ്നം? അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. അതാണ് ആ സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. ഒരു കുറച്ചു പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങളിൽ ജനിച്ചു വീണു. നമ്മൾ ഓരോ മതങ്ങളിൽ കൊടുക്കും. ഈ മതം എന്താണ്? നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിന്റെ പേരിൽ, അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിന് നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിന്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കേണ്ട നമ്മൾ ജനിച്ചു വീണ മതത്തിന്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്? അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പറയുന്നത് അത് ഓരോ സമൂഹത്തിനും നിൽക്കുക. ഒരു സമൂഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത്. അത് തന്നെ സിനിമയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റിൽ നിന്നുകൊണ്ടിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് പാട്ട്, ഡാൻസ്, ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ള ഒരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് റെലവെന്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്.